ഡയാന ഇന്ന് തന്നെ സന്ദർശിക്കുക. ഡയാന EAP ബിൽഡിംഗ്സ് തൊടുപുഴ. നമസ്കാരം. VBCയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. മടക്കത്താനം കാപ്പ് മേഖലയിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് വൻ നാശം വിതച്ചു. 9ഓളം വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശവും. ഇടുക്കി ജില്ല കനത്ത പനിച്ചൂടിൽ. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തത് ജനങ്ങളെ ആശങ്കയിലാക്കി. വാഗമൺ കാരിക്കാട് ടോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പിതാവും മകളും മരിച്ചു. 5 അംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ നഗരസഭാ പാർക്കിൽ കുട്ടികളെ വരവേൽക്കാൻ ഇനി ഗജവീരനും സിംഹവും. നഗരസഭ വാർഷിക വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് പാർക്കിന്റെ കമാനത്തിന് സിംഹരൂപം നൽകിയത്. മഴക്കാലം ശക്തമാകും മുമ്പേ തൊടുപുഴയിലെ റോഡുകൾ തകർന്നു. പുതുതായി ടാറിംഗ് നടത്തിയ റോഡിലും നിറയെ കുഴികളും വെള്ളക്കെട്ടുകളും. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ മടക്കത്താനം കാപ്പ് മേഖലയിൽ വീശിയടിച്ച കനത്ത ചുഴലിക്കാറ്റിൽ നിരവധി വീടുകളും കൃഷിദേഹങ്ങളും നശിച്ചു. മടക്കത്താനം വാണർകാവ് ക്ഷേത്രത്തിനടുത്ത് 10ഓളം വീടുകൾക്കാണ് മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും നാശനഷ്ടമുണ്ടായത്. മടക്കത്താനം വാണർകാവ് ക്ഷേത്രത്തിനടുത്ത് 10ഓളം വീടുകൾക്കാണ് മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും നാശനഷ്ടമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു കാറ്റിന്റെ താണ്ഡവം. ശിവാനന്ദപുരം ദിനേശിന്റെ വീടിന് മുകളിലേക്ക് ആഞ്ഞിലിമരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. താഴത്ത് മനയ്ക്കൽ സന്തോഷിന്റെയും കദലിക്കാട് സന്തോഷിന്റെയും വീടുകൾക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. വാണർകാവ് ക്ഷേത്രത്തിന് സമീപം കാപ്പ് റോഡിലേക്ക് 2 തേക്കുമരം കടപുഴകി വീണു. തൊടുപുഴയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് വീടിന് മുകളിലേക്കും റോഡുകളിലേക്കും വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഞാൻ ഒരു ഉച്ചഭക്ഷണം കഴിച്ച അവിടെ ഇങ്ങനെ പ്രോസസ്സിങ്ങനെ വിശ്രമിച്ചിരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് ഭയങ്കര ഒരു മുഴക്കവും ഭയങ്കര ഒരു മഴയെല്ലാം കൂടെ വന്നു. അപ്പോഴേക്കും അവിടുന്ന് പെരക്കകത്തുനിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അതിന് മുമ്പ് വയ്യാത്തൊരു അമ്മയും മോളും ഉണ്ടായിരുന്നു അകത്ത്. അപ്പോൾ തന്നെ ചാടി രക്ഷപ്പെടണം മോശമുള്ളവർക്ക് ഞാൻ തിരിച്ച് അവരെ രക്ഷപ്പെടുത്താനായിട്ട് അകത്തേക്ക് വേറെ എല്ലാം കൂടെ സംഭവിച്ചു കഴിഞ്ഞു നിമിഷം കൊണ്ട്. ആഞ്ഞടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് ആ പ്രദേശത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് 8 വീടുകൾ പൂർണ്ണമായി നശിക്കുകയും കുറേ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ വൃക്ഷലതാദികളും മറിഞ്ഞു വീഴുകയും പ്രദേശം മുഴുവൻ ആ പ്രദേശത്ത് ഒരു വൃക്ഷലതാദികളും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത്. മരം വീണ് തകർന്ന വീടുകളിൽ ഉണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഓടിറ്റ വീടുകൾക്കാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. വീടുകൾക്ക് നാശനഷ്ടമുണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായമായി 10,000 രൂപ അനുവദിക്കുമെന്ന് മൂവാറ്റുപുഴ MLA ജോസഫ് വാഴക്കൻ അറിയിച്ചു. കുന്നക്കാട്ടുമന നാരായണൻ നമ്പൂതിരിയുടെ വീടിന് 3 വശത്തേക്കും മരങ്ങൾ ഒടിഞ്ഞു വീണു. നമ്പ്യ വീട്ടിൽ ജോസഫ് തച്ചേത്ത് രവീന്ദ്രൻ, വക്കേടത്ത് രാമചന്ദ്രൻ, കുളങ്ങര രാജപ്പൻ തുടങ്ങിയവരുടെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഓലിയപ്പുറം അനിൽകുമാറിന്റെ 7 വർഷമായ 50ഓളം റബ്ബർ മരങ്ങളും മറ്റപ്പള്ളി ചെല്ലപ്പന്റെ 30ഓളം റബ്ബർ മരങ്ങളും, നെല്ലിപ്പറമ്പത്ത് ദാമോദരൻ നായരുടെ 40ഓളം റബ്ബർ മരങ്ങളും, സ്രാമ്പിക്കൽ തങ്കച്ചന്റെ 20ലേറെ റബ്ബർ മരങ്ങളും നശിച്ചു. ജാതി മഹാഗണി മരങ്ങൾ ഏറെയും കടപുഴകി വീണിട്ടുണ്ട്. കൊല്ലം കുന്നേൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. ചക്കുങ്കൽ സാബുവിന്റെ വീടിന് മുകളിലേക്ക് ആഞ്ഞിലിയും തേക്കുമരങ്ങളും ഒടിഞ്ഞു വീണ് വാർക്ക തകർന്നിട്ടുണ്ട്. 1 മാസം മുമ്പ് മഞ്ഞള്ളൂർ ബസ്ലേഹം ഭാഗത്ത് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. സമാനമായ രീതിയിലാണ് മഞ്ഞള്ളൂർ 10ാം വാർഡ് കാപ്പ് ഭാഗത്ത് ചൊവ്വാഴ്ച കനത്ത ചുഴലിക്കാറ്റ് താണ്ഡവമാടിയത്. BBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ അനുവാദമില്ലാതെ കയറിയിരുന്ന അലിഖിത നിയമം വിദ്യാർത്ഥികൾക്ക് മേൽ ബസ് ജീവനക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ബസ്സിൽ കയറണമെങ്കിൽ ജീവനക്കാരോട് യാചിക്കേണ്ട സ്ഥിതിയാണ് വിദ്യാർത്ഥികൾക്ക്.
സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾ ബസ്സിനു പിന്നാലെ ഓടുകയാണ്. ബസ് സ്റ്റാൻഡിലെത്തി വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ കയറണമെങ്കിൽ അവിടെയും കടമ്പകൾ ബസ് ജീവനക്കാരുടെ രൂപത്തിൽ നിൽക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിലനിന്നിരുന്ന വിദ്യാർത്ഥികളോട് സ്വകാര്യ ബസ്സുകാരുടെ ചിറ്റമ്മ നയം തുടരുന്നു. ഓരോ സ്റ്റോപ്പിലും ബസ്സിനു പിന്നാലെ കുട്ടികൾ പായുന്നത് നിത്യസംഭവമാണ്. ബസ്സിന് പിന്നാലെ ഓടുന്ന കുട്ടികളെ തട്ടിയിടാൻ പോലും ബസ്സുകാർ ശ്രമിക്കുന്നു. ബസ്സിലെ ഡോറുകളിൽ നിൽക്കുന്ന കിളികൾ മനഃപൂർവ്വം കുട്ടികളെ ദ്രോഹിക്കുകയാണ്. ബസിന്റെ ഡോറിൽ നിന്നും മാറാതെ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് ഇവരുടെ നിത്യവേലയെ മാറിയിരിക്കുന്നു. തൊടുപുഴയിലാണെങ്കിൽ അലിഖിത നിയമം നിലനിൽക്കുന്നു. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ അനുവാദമില്ലാതെ കയറരുതെന്ന അലിഖിത നിയമം വിദ്യാർത്ഥികൾക്ക് മേൽ ബസ് ജീവനക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്. കനത്ത മഴയിലും സ്റ്റാൻഡിൽ കിടക്കുന്ന ബസ്സിൽ കയറണമെങ്കിൽ ജീവനക്കാരോട് യാചിക്കേണ്ട സ്ഥിതിയാണ്. ബസ് പുറപ്പെടുന്നതിന് മുമ്പ് മാത്രമേ വിദ്യാർത്ഥികളെ കയറ്റുകയുള്ളൂ. എത്ര മഴ പെയ്താലും നനഞ്ഞു നിന്നു കൊള്ളണം. മുൻവർഷങ്ങളിൽ ഈ സംഭവം മാത്രം വിവാദമായതാണ്. എന്നാൽ കുട്ടികളെ കയറ്റാൻ വാതിൽപ്പടിയിൽ നിൽക്കുന്ന കിളികൾ സമ്മതിക്കാറില്ല. ജില്ലയിലെ മിക്ക ബസ് സ്റ്റാൻഡുകളിലും വിദ്യാർത്ഥികളോടുള്ള വിവേചനം പതിവ് കാഴ്ചയാണ്. വൈകുന്നേരം 4 മണിയാകുന്നതോടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളുടെ ഡോറിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടും. സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ അവർക്ക് കയറാനോ ഇരിക്കാനോ അനുവാദമില്ല. അങ്ങനെ ആരെങ്കിലും കയറിയിരുന്നാൽ അവർക്ക് കൺസെഷൻ അനുവദിക്കില്ല. തർക്കം ഉന്നയിച്ചാൽ വിദ്യാർത്ഥികളെ ബസ്സിൽ ആക്ഷേപവാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുന്നതും പതിവാണ്. സമീപകാലത്തെ ബസ് ചാർജ് വർധനവുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിവാക്കിയതാണ് ബസ് ഉടമകളെയും ജീവനക്കാരെയും ചൊടിപ്പിക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഫുൾ ചാർജ് നൽകിയാൽ മാത്രമേ ചില സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. കൺസെഷൻ ആവശ്യപ്പെട്ടാൽ പരസ്യമായി അവഹേളിച്ച് വഴിയിൽ ഇറക്കിവിടും. വിദ്യാർത്ഥികൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ ബസ് നിർത്താതിരിക്കുക, ഇറങ്ങാൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഇറക്കാതെ കടന്നുപോയി 1-2 സ്റ്റോപ്പിന് അപ്പുറത്ത് നിർത്തുക തുടങ്ങിയവ ജീവനക്കാരുടെ സ്ഥിരം പരിപാടികളാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. തിരിച്ചറിയൽ കാർഡ് കാണിച്ചാലും കൺസെഷൻ നൽകാൻ ജീവനക്കാർ കൂട്ടാക്കില്ലെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. സ്കൂൾ തുറന്ന ശേഷം ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂൾ ആരംഭിച്ചതിൽ പിന്നെ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും പതിവാണ്. ജീവനക്കാരുടെ വിവേചന നടപടിക്കെതിരെ ജില്ലയിൽ നിന്ന് 150 പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചത്. ഇതിൽ 12 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന നടപടിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഇടുക്കി RTO അറിയിച്ചു. വരും ദിവസങ്ങളിൽ ജില്ലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് RTO അറിയിച്ചു. VBC ന്യൂസ് തൊടുപുഴ. ഇടുക്കി പനിച്ച് വിറയ്ക്കുന്നു. ജില്ലയിൽ വൈറൽ പനിക്ക് പുറമെ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തത് ജനങ്ങളെ ആശങ്കയിലാക്കി. പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തിയത് 55 പേരാണ്. ഇതിൽ ഒരാൾക്ക് കിടത്തി ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ മാസം ജില്ലയിൽ 7180 പേരാണ് പനിക്കു ചികിത്സ തേടിയെത്തിയത്. ഇതിൽ 306 പേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ മാസം രോഗികളുടെ എണ്ണം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ പനി ബാധിച്ചു വരുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 1-2 ഡെങ്കിപ്പനികൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തവും ടൈഫോയിഡ്, അതുപോലെ തന്നെ അതാണ് ടൈഫോയിഡും മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും ഒക്കെ കുറച്ച് കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുടിയത്തൂരിൽ ചൊവ്വാഴ്ച ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇതോടെ ഈ വർഷം 34 പേർക്ക് ഡെങ്കിപ്പനി സംശയിച്ചതിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മഞ്ഞപ്പിത്തവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടവെട്ടിയിൽ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വർഷം ജില്ലയിൽ 47 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ആവട്ടെ 24 പേർക്കും. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 4 പേർക്ക് കൂടി ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്തതോടെ ഈ മാസം 118 പേർക്കാണ് ജില്ലയിൽ ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ പനി നിയന്ത്രണ വിധേയമായെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും DMOയുടെ ചുമതലയിലുള്ള ഡോക്ടർ V അനിൽ പറഞ്ഞു. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതിൽ 90% സാധാരണ പനി തന്നെയാണെന്ന് അധികൃതർ പറയുന്നു. VBC ന്യൂസ് ഇടുക്കി. കോടിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ പാഠ്യേതര വിഷയമായി നീന്തലും. വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ നീന്തൽ പരിശീലനം പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയമായി എടുത്തിരിക്കുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് കോടിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളാണ്. 900 കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് നീന്തൽ പരിശീലനം. പ്ലേ സ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് നീന്തൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇവിടെ. സ്കൂളിലെത്തുന്ന ഓരോ കുട്ടികൾക്കും നീന്തൽ ക്ലാസ്സിലെത്താനുള്ള ഉത്സാഹവും കൂടുതലാണ്. മഴക്കാലം എത്തിയതോടെ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീന്തൽ എല്ലാവർക്കും ഗുണമാകുമെന്നതാണ് ഈ സംരംഭം തുടങ്ങാൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്. വെള്ളം കുട്ടികൾക്ക് ഖരമായ ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും അതിനകത്ത് അനുഭവം വേണം. ആക്സിഡൻ്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ 2 എണ്ണം വേണം. ഒന്ന്, സെൽഫ് കോൺഫിഡൻസ്. പാനിക്കാകരുത് കുട്ടികൾ. ഒരു വെള്ളത്തിൽ ചാടിപ്പോയി, ഒരു പെട്ടെന്ന് വെള്ളം പൊങ്ങി വന്ന് ഒരു കുഴിയിലോട്ട് ചാടി, വെള്ളത്തിനകത്തുള്ള കയത്തിലോട്ട് ചാടിയാലും പാനിക്കായാൽ പോയി. രണ്ടാമത് അറിയണമല്ലോ, സ്വിമ്മിങ് പൊങ്ങി നിൽക്കാനെങ്കിലും അറിയണമല്ലോ. ഒരു 10 മിനിറ്റ് ഒരു കൊച്ചിന് പിടിച്ച് നിൽക്കാമെങ്കിൽ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചോളും സാധാരണ രീതിയിൽ.
ദിവസേന 2 പിരീഡാണ് നീന്തലിന് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി 3 അധ്യാപികമാരെയും നിയമിച്ചിട്ടുണ്ട്. ആദ്യം കുട്ടികൾക്ക് നീന്തലിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുകയാണ്. പിന്നീടാവും നീന്തൽ പരിശീലനത്തിന് വേണ്ടി കുട്ടികളെ നീന്തൽ കുളത്തിലിറക്കുക. നീന്തൽ പരിശീലനത്തിന്റെ പ്രയോജനത്തെക്കുറിച്ച് കുട്ടികൾക്കുമുണ്ട് പറയാൻ. സ്വിമ്മിങ് കുട്ടികൾ പഠിക്കുന്നതാണ് നല്ലത്. പുഴയിൽ പോകുമ്പോൾ രക്ഷപ്പെടാൻ. നമ്മൾ വല്ല പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ ചുഴിയിൽ വെള്ളം പെട്ടുപോയാൽ നമുക്ക് നീന്തി രക്ഷപ്പെടാം. സ്വിമ്മിങ് അറിയില്ലെങ്കിൽ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. സ്കൂൾ മാനേജ്മെന്റ് മുൻകൈയെടുത്ത് നീന്തൽ പരിശീലനം കുട്ടികളിൽ എത്തിക്കുന്നതിന് രക്ഷകർത്താക്കളുടെ പിന്തുണയും പൂർണ്ണമായിരുന്നു. പഠനത്തോടൊപ്പം നീന്തലിനും പ്രാധാന്യം നൽകിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഇത്തരം സംരംഭം സർക്കാർ ഏറ്റെടുക്കുമെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒട്ടനവധി ഗുണം ചെയ്യുമെന്നുറപ്പ്. വാഗമൺ കാരിക്കാട് ടോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പിതാവും മകളും മരിച്ചു. 5 അംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വാഗമണിന് സമീപം കാരിക്കാട് ടോപ്പിൽ നിന്നും കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കട്ടപ്പന സ്വദേശിയായ സജിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന വള്ളിയാന്തടത്തിൽ സജി ജോസഫ്, മകൾ അയോണ എന്നിവരാണ് മരിച്ചത്. സജി ജോസഫിന്റെ ഭാര്യയെയും മകൻ പ്രസൂണിനെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ വഴി അടിവാരത്തേക്ക് പോയ സജി ജോസഫും കുടുംബവും സഞ്ചരിച്ച കാറാണ് ബുധനാഴ്ച രാവിലെ കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം അപകടത്തിൽപ്പെട്ടത്. കല്ലൂർക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ജൂൺ 26 രാവിലെ 10 പ്രസിഡന്റ് ജോയി തോമസിന്റെ അധ്യക്ഷതയിൽ ചേരും. കല്ലൂർക്കാട് വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വ്യാപാരോത്തമ അവാർഡ് നേടിയ MV ജോസഫിനും വ്യവസായോത്തമ അവാർഡ് നേടിയ EV ജോസിനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് PAM ഇബ്രാഹിം എവർറൗണ്ടിംഗ് ട്രോഫി സമ്മാനിക്കും. തൊടുപുഴ നഗരസഭാ പാർക്കിൽ കുട്ടികളെ വരവേൽക്കാൻ ഇനി ഗജവീരനും സിംഹവും. നഗരസഭ വാർഷിക വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് പാർക്കിന് സിംഹരൂപം നൽകിയത്. നഗരസഭാ പാർക്കിൽ കാലെടുത്തു വയ്ക്കുന്ന കുട്ടികളെ ഇനി സിംഹം അകത്താക്കും. കൂർത്ത പല്ലുകാട്ടി വായ തുറന്നിരിക്കുന്ന മൃഗരാജാവിന്റെ വായ്ക്കുള്ളിലൂടെയല്ലാതെ പാർക്കിൽ കടക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. നഗരസഭ വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്കിന്റെ കമാനത്തിന് സിംഹരൂപം നൽകിയത്. പാർക്കിലെ 2ാമത്തെ പ്രവേശന കവാടത്തിലാണ് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സിംഹമിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ എത്തിയ സിംഹത്തല രാത്രിയിൽ തന്നെ പാർക്കിൽ സ്ഥാപിച്ചു. ഉഴവൂർ കേന്ദ്രമായ സ്വകാര്യ കമ്പനിയാണ് കരാർ അടിസ്ഥാനത്തിൽ പ്രതിമ നിർമ്മിച്ചത്. ഫൈബറിൽ തീർത്ത സിംഹരൂപത്തിന് 75,000 രൂപ ചെലവായതായി നഗരസഭാ ചെയർമാൻ AM ഹാരിദ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർക്കിൽ ആനയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. ആനയും സിംഹവും കളിക്കൂട്ടുകാരായി എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടിപ്പട്ടാളങ്ങൾ. BBC ന്യൂസ് തൊടുപുഴ. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംരക്ഷിക്കുക, വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPI ML റെഡ് ഫ്ലാഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങള് ഭക്ഷ്യസുരക്ഷയിൽ നിന്നും പുറത്തു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നീണ്ട പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്റ്റാറ്റ്യൂട്ടറി റേഷൻ അവകാശം നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആയോഹരി റേഷൻ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിന് ലഭ്യമാകേണ്ട 3,60,00,000 മേൽ വരുന്ന റേഷൻ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്ന ജനങ്ങളില് ഈ ജൂലൈ 5 ശേഷം ഭക്ഷ്യസുരക്ഷാ ബില്ലില് അത് നിയമമായി നടപ്പാക്കപ്പെടുന്നതിന് രാജ്യത്തെമ്പാടും നിയമമായി നടപ്പാക്കപ്പെടുന്നതിലൂടെ ഈ 3,60,00,000 മേൽ വരുന്ന കേരളത്തിലെ യുവജനവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, CJ സുരേഷ് ശർമ്മ, സച്ചിൻ K ടോമി, MB മനു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KS സദാശിവൻ, TJ ബേബി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മടക്കത്താനം കാപ്പ് മേഖലയിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് വൻ നാശം വിതച്ചു. 9ഓളം വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശവും. ഇടുക്കി ജില്ല കനത്ത പനിച്ചൂടിൽ. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തത് ജനങ്ങളെ ആശങ്കയിലാക്കി. വാഗമൺ കാരിക്കാട് ടോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പിതാവും മകളും മരിച്ചു. 5 അംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്.
തൊടുപുഴ നഗരസഭാ പാർക്കിൽ കുട്ടികളെ വരവേൽക്കാൻ ഇനി ഗജവീരനും സിംഹവും. നഗരസഭ വാർഷിക വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് പാർക്കിന്റെ കമാനത്തിന് സിംഹരൂപം നൽകിയത്. മഴക്കാലം ശക്തമാകും മുമ്പേ തൊടുപുഴയിലെ റോഡുകൾ തകർന്നു. പുതുതായി ടാറിംഗ് നടത്തിയ റോഡിലും നിറയെ കുഴികളും വെള്ളക്കെട്ടുകളും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.